പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് ഞാൻ പോകുന്നത്. ഒരു ഹെയർ കെയറിൻ്റെ വീഡിയോ ആണ്. പലരും ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറേ നാളായി എൻ്റെ മോളുണ്ടായി തുടങ്ങി. മോളുണ്ടായപ്പോൾ ഹെയർ ഫോൾ എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഹെയർ കെയർ ഓയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാനിത് എണ്ണ കാച്ചിയാണ്, കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതിൽ. അപ്പോൾ എണ്ണ കാച്ചിയാണ് പറ്റുന്നത്. അപ്പം അത് എല്ലാവർക്കും അത് പ്രാവർത്തികമാക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ജോലിക്ക് പോകണവരും ആകെ സൺഡേ ഒരു ഹോളിഡേ മാത്രമേ കിട്ടണുള്ളൂ. പിന്നെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇത് ഓയിലിൻ്റെ പാകം അറിയത്തില്ലാത്ത ഒത്തിരി പേരുണ്ട്. അതൊക്കെ പലരും എന്നോട് പറയാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു എളുപ്പ വഴിയിൽ നമ്മുടെ ഹെയർ ഫോൾ കുറയ്ക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇത് ചെമ്പരത്തിപ്പൂവൊക്കെ അങ്ങോട്ട് ഉണക്കാൻ വെച്ച വീഡിയോ ഓൾറെഡി കാട്ടി തന്നായിരുന്നു. അതിൽ ചെമ്പരത്തിപ്പൂ മാത്രമാണ് ഞാൻ വെച്ചോളൂ. ഇതിൻ്റെ കൂടെ ഞാൻ അതിൻ്റെ കൂടെ ഉണക്കാൻ വെച്ചേക്കണം വേറെ ഇൻഗ്രീഡിയൻസും കൂടെ ഞാൻ വീഡിയോയിൽ ഇടാണ്ട് കാണിച്ചായിരുന്നു. ചെമ്പരത്തിപ്പൂവ്, മൈലാഞ്ചി, കയ്യുണ്ണിയും, കരിയാപ്പല, ആര്യവേപ്പില, ഇത്രയാണ് ഞാൻ ഉണക്കാൻ വെച്ചായിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് പൊടിച്ച് നമുക്ക് എണ്ണയാക്കി യൂസ് ചെയ്യണേ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് അത് നമുക്ക് എണ്ണയാക്കാം. എങ്ങനെയാണെന്ന് നമുക്ക് കാണാട്ടെ. അപ്പം ഞാൻ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതേ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ. ഒത്തിരി തരിയായിട്ട് പൊടിക്കണം എന്നൊന്നുമില്ല. അത്യാവശ്യം പൊടിയണം, എന്നാലാണ് അതിൻ്റെ സത്തൊക്കെ പെട്ടെന്ന് ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ പറയാം. ചെമ്പരത്തിപ്പൂവ്, മൈലാഞ്ചി ഇല, കരിയാപ്പല ഇല, കയ്യുണ്ണിയും, ആര്യവേപ്പില, ഇത്രയാണ്. ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നല്ലതായിട്ട് തുളസി ഇലയും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ലതാണ്. ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ മാതിരി പൊടിച്ചെടുക്കണം. ഇനി ഞാനിത് ചെയ്യുന്നത്, ഇതെൻ്റെ ഒരു ചില്ലുപ്പി എടുക്കണം. ഞാൻ എണ്ണ കാച്ചി ഒഴിക്കണം ബോട്ടിലാട്ടോ. ചില്ലുപ്പിയാണ്. ഇങ്ങനെയുള്ള എണ്ണ ഒക്കെ ഒഴിച്ച് വയ്ക്കാൻ ചില്ലുപ്പിയാണ് ഏറ്റവും നല്ലത്. ഞാൻ ഈ പൊടി മൊത്തം ഇതിലേക്ക് ഇടുവാണ്, പുറത്തൊന്നും പോവാതെ. കയ്യുണ്ണി എന്ന് പറയണത് നമ്മുടെ മുടി ഏറ്റവും വളരാനും നല്ല തിക്കാവാനും ഏറ്റവും നല്ല ഇതാണ് കയ്യുണ്ണി. അതുപോലെ തന്നെ കറിവേപ്പില നമ്മുടെ കറിക്ക് മാത്രമല്ല നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് ഏറ്റവും കറുപ്പ് നൽകും, തിക്നെസ് നൽകും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അത് മുടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ഞാനപ്പോൾ ഇതിട്ട് കൊടുത്തു. പിന്നെ ആര്യവേപ്പില എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ തലയിലെ ചൊറിച്ചിൽ, ഇച്ചിങ്സ്, ഇറിറ്റേഷൻസ്, അങ്ങനെ താരൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ മാറാനാണ് ആര്യവേപ്പില. ഒത്തിരി ഇലയൊന്നും വേണ്ട. ഒരു 2-3 ഇങ്ങനത്തെ കോലില്ലേ, അങ്ങനത്തെ ഒരു 2-3 മതി കേട്ടോ. ഒത്തിരി ഒന്നും വേണ്ട. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ പൊടിച്ച് ചേർക്കുക. ഇനി ഞാനപ്പോൾ ഈ പൊടി മൊത്തം ഇതിലേക്ക് ഇട്ടു. ഇനി ഇതിലേക്ക് നല്ല ആട്ടിയെടുത്ത എണ്ണയില്ലേ, നല്ല വെളിച്ചെണ്ണ. ഇതിൻ്റെ ആദ്യമേ പറയട്ടെ, ഇതിൻ്റെ റിസൾട്ട് 100% കിട്ടണമെങ്കിൽ നല്ല വെളിച്ചെണ്ണയായിരിക്കണം കേട്ടോ. നല്ല എണ്ണ, യാതൊരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഓയിലായിരിക്കണം. അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞേക്കാം. അപ്പം ഞാനിത് ഈ ഓയിൽ ഒഴിച്ചു വയ്ക്കുവാണ്. അപ്പോൾ ഇത് ഒഴിച്ചു വയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ചില്ല് ബോട്ടിലാണ്, പ്ലാസ്റ്റിക്കിനേക്കാളും നല്ലതായിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഇത്രയാണ് അതിൽ ഒഴിച്ചു വെച്ചേക്കണത്. ഇനി ഇത് ഇങ്ങനെ ഇരുന്ന് 1 മന്ത് നമ്മൾ യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ തന്നെ വെക്കുക. ഇടയ്ക്കൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. ഒരു 2-3 ദിവസം ആകുമ്പോൾ ഈച്ച ഇങ്ങനെ മൂക്കിൽ വന്ന് കയറാം. അതാട്ടോ ഒരു ഡിസ്റ്റർബൻസ്. അപ്പോൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെയൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം നന്നായിട്ട്. അപ്പോൾ അതിൻ്റെ 1 മന്ത് ആകുമ്പോഴത്തേക്ക് ഈ ഓയിലിൻ്റെ കളറൊക്കെ പാടെ മാറും കേട്ടോ. നല്ല ഒരു ഡാർക്ക് കളറാവും. ഇതിൻ്റെ നമ്മൾ ഇട്ട് കൊടുത്ത പൊടിയെല്ലാം താഴെ അടിഞ്ഞ് കൂടും. ഇതിൻ്റെ എസൻസ് എല്ലാം ഈ എണ്ണയിലേക്ക് ഇറങ്ങും. അപ്പോൾ എന്നിട്ട് ഈ എണ്ണ തേക്കണ കാര്യം പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. പിന്നെ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് അരച്ചിട്ട് നമുക്ക് ഓയിൽ കാച്ചാം. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഞാനത് ഡീറ്റെയിൽഡ്
ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇട്ടേക്കാം കേട്ടോ. ഇപ്പോൾ ഇതാണെങ്കിൽ എല്ലാവർക്കും എണ്ണ കാച്ചാൻ അറിയത്തില്ലാത്ത, അതിൻ്റെ പാകം അറിയില്ലാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പ്രോബ്ലംസ് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ എളുപ്പ വഴിക്ക് നമുക്ക് എണ്ണ കാച്ചാതെ തന്നെ എളുപ്പ വഴിക്ക് അതേ രീതിയിൽ മെത്തേഡിൽ തന്നെ നമുക്ക് അതിൻ്റെ 100% റിസൾട്ട് കിട്ടാൻ പാകത്തിനൊരു ഐഡിയ ആണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നെ. ഇത് 1 മന്ത് ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ. അതിന് മുമ്പ് യൂസ് ചെയ്യരുത്. ഏകദേശം 1 മന്ത് വെച്ചാൽ മാത്രമാണ് അതിൻ്റെ എസൻസ് മൊത്തം ഈ എണ്ണയിലേക്ക് ഇറങ്ങുള്ളൂ. ഒരു 2 or 3 days ആവുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഷെയ്ക്ക് ചെയ്ത് വെക്കാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് മെസ്സേജ് ചെയ്ത് തരാം, ഒരു കുഴപ്പമില്ല. അതേപോലെ എണ്ണ കാച്ചേണ്ട കാര്യം എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ അതും അത് അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടേക്കാം കേട്ടോ. ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഈ ഓയിൽ എങ്ങനെ യൂസ് ചെയ്യേണ്ട കാര്യം പറഞ്ഞില്ലല്ലോ. 1 മന്ത് കഴിയുമ്പോൾ ഇത് അരിക്കോ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. നമ്മൾ നനഞ്ഞ സ്പൂണ് കാര്യങ്ങളൊന്നും ഇതിൽ യൂസ് ചെയ്യാൻ മേല. പെട്ടെന്ന് എണ്ണ ചീത്തയായി പോകുന്നത്. ഞാനിങ്ങനെയൊക്കെ ഒരു 3-4 മാസം ഇത് യൂസ് ചെയ്യും. പക്ഷേ ഇത് കനച്ചോ അങ്ങനെയൊന്നും പോവില്ല കേട്ടോ. കാരണം നനഞ്ഞ കൈയിടരുത്. അതുപോലെ തന്നെ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂണോ കാര്യങ്ങളോ എന്തെങ്കിലും എടുത്ത് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പോകുള്ളൂ. അല്ലെങ്കിൽ കയ്യിലേക്ക് ഇങ്ങനെ പതിയെ ഒഴിച്ച് നമ്മൾ എടുക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കനച്ചു പോകും. കനച്ച എണ്ണ തലയിൽ തേച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാളും ഇത് കൂടുതലായിരിക്കും. തലമുടിയൊക്കെ ഒത്തിരി കൊഴിയും. അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് വരും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ഡ്രൈ ആയിട്ടുള്ള ഇതുകൊണ്ട് മാത്രം എണ്ണ എടുക്കാൻ പോകുള്ളൂ. നമുക്ക് അരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇത് ഓൾറെഡി ഇതിൻ്റെ ഈ നമ്മൾ ഇട്ടേക്കണത് ഇപ്പം ഇതിങ്ങനെ പൊങ്ങി കിടക്കുക ചെയ്യണേ. കുറച്ചിങ്ങനെ പൊക്കി കിടക്കേണ്ട, ബാക്കി അടിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ എസൻസൊക്കെ ഇറങ്ങി വരുമ്പോൾ ഫുള്ളിങ്ങനെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞൊരു യെല്ലോ ബ്രൗണിഷ് കളറായിട്ട് വരും കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ കളറ്. അപ്പോൾ ഈ എണ്ണ യൂസ് ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിക്കണേന് 1-1/4 മണിക്കൂർ മുമ്പ് നമ്മുടെ കയ്യിലെടുത്തിട്ട് നന്നായിട്ട് കയ്യിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് തേക്കണം. ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് നമ്മുടെ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് അങ്ങ് പിടിപ്പിക്കണം. നന്നായിട്ട് ഇങ്ങനെ 2 കൈക്കും നന്നായിട്ട് നമ്മുടെ ഈ ഫിംഗേഴ്സിൻ്റെ എല്ലാം ടിപ്പില്ലേ, ആ ടിപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ഇങ്ങനെ അങ്ങ് തേച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ടിപ്പും കൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ. എന്നാലാണ് നമ്മുടെ വെയിൻസൊക്കെ നന്നായിട്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുമ്പോഴാണ് നമ്മുടെ മുടി വളർച്ചയൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പം ഞാൻ വേറെ എണ്ണ ഇരിക്കും തേച്ച് കാണിക്കണില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ഈവനിങ് ആയിട്ടല്ല, ഞാൻ ഈവനിങ്ങിലാണ് കുളിക്കാറുള്ളത് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് കാട്ടിത്തരാം. ഇങ്ങനെ നന്നായിട്ട് ഒരു 5 or 10 minutes, 5 minutes പോരാ, ഒരു 10 minutes എങ്കിലും മസാജ് ചെയ്യണം. അല്ലാതെ തന്നെ നമ്മൾ ഓയിൽ തേക്കാണ്ട് തന്നെ നമ്മൾ രാവിലെ മോർണിംഗിൽ എണീറ്റ് വരുമ്പോഴാണെങ്കിലും ഒരു 5 minutes ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈവനിങ്ങിൽ നമ്മൾ ഓൾറെഡി എന്നും എണ്ണ തേക്കേണ്ട കാര്യമില്ല. ഒരു 2 or 3 days കഴിഞ്ഞ ശേഷം ഇടവിട്ട് അങ്ങനെ തേച്ചാൽ മതി കേട്ടോ. ഈ കണ്ടിന്യൂസ് ഇങ്ങനെ ഓയിൽ തേച്ച് മസാജ് ചെയ്ത് കുളിക്കണം എന്നൊന്നുമില്ല. മസാജ് ചെയ്യണം, ഓയിൽ തേക്കണമെന്ന് നിർബന്ധമില്ല. കാരണം നീർക്കെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങണവരും അങ്ങനെ ഉണ്ടാകണവരും ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാകണവരൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു 3 or 4 അങ്ങനെയുള്ളൊരു 3 or 4 days ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ മോർണിംഗിൽ ഈവനിങ്ങിൽ നന്നായിട്ട് ഇങ്ങനെ അങ്ങ് മസാജ് ചെയ്യണം. അതുപോലെ തന്നെ നന്നായി വെള്ളം കുടിക്കണം. വെള്ളം നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടൻ്റാണ്. നന്നായിട്ട് വെള്ളം കുടിക്കണം. നല്ല ഫ്രൂട്ട്സ് ഐറ്റംസ് പറ്റണവർ കഴിക്കും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കപ്പളങ്ങയാണെങ്കിലും ഇല്ലേ, പപ്പായ, അതാണെങ്കിലും കഴിച്ചാൽ മതി, കുഴപ്പമില്ല. അതുപോലെ തന്നെ ബനാന, അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുഴിക്കുക, നന്നായിട്ട് മസാജ് ചെയ്യുക. അപ്പോൾ കുളിക്കണേന് 1/2 മണിക്കൂർ മുമ്പ്, 1/4 മണിക്കൂറാണെങ്കിലും യാതൊരു ദോഷമില്ല, അത്രയും കൂടെ ഗുണം ചെയ്യുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഓയിൽ തേച്ച് മസാജ് ചെയ്ത് മുടി അങ്ങ് കെട്ടി വയ്ക്കുക. മുടി ഇങ്ങനെ അങ്ങ് നന്നായിട്ട് അങ്ങ് പൊക്കി കെട്ടി വെച്ച് അപ്പോൾ അത് തലയോട്ടിയാലും എല്ലാത്തിനും നല്ലതായിട്ട് വലിഞ്ഞ്, പിന്നെ ഈ മുടിയിലും ഓൾറെഡി തേക്കണം കേട്ടോ. പിന്നെ ഈ മുടിയുടെ ടിപ്പ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇച്ചിരി ഓയിൽ എടുത്തിട്ട് ഇങ്ങനെ ടിപ്പിലിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതും മറക്കല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മുടി നന്നായിട്ട് വളർന്നോളൂ, ഹെയർ ഫോൾ കുറയ്ക്കും. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണേ കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്താൽ മതി, മുടി വളർന്നോളൂ. ഓക്കെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ തന്നെ എൻ്റെ FB പേജ് LB മാത്യു എന്ന
അപ്പോൾ ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ എഡ്വിൻസ് വൈബ്സ് ആട്ടോ. അപ്പോൾ FB കാണുന്നവർ ചോദിക്കുകയും യൂട്യൂബ് ചാനലിൻ്റെ നെയിം ഇതുവരെ പറയണില്ല. എഡ്വിൻസ് വൈബ്സ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.